Hello students, welcome to PEP classes. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUETയുടെ UG ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഹിസ്റ്ററി ഡൊമൈൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹിസ്റ്ററി ഡൊമൈൻ വരാം, ഹിസ്റ്ററി ഓപ്റ്റ് ചെയ്തവർക്കായിരിക്കും. നമ്മൾ ഏത് സ്ട്രീമിൽ നിന്ന് വന്നാലും ഹിസ്റ്ററി നമുക്ക് ഫർദർ ആയിട്ട് UGയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്ററി ഡൊമൈൻ്റെ പേപ്പർ നമ്മൾ CUETയിൽ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ കഴിഞ്ഞ വർഷത്തെ CUETയുടെ UG ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യേണ്ടത്? ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആ എക്സാം നമ്മളിൽ നിന്ന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് നമ്മൾ ആ ഹോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഡൈസെക്റ്റ് ചെയ്യണം. എങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് മനസ്സിലാക്കണം. അതിപ്പോൾ നമ്മുടെ SSLC ലെവലിലാണെങ്കിലും +2 ലെവലിലാണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൾ ഈ ക്വസ്റ്റ്യൻ കീസ് നോക്കുമായിരിക്കും, നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുമായിരിക്കും. അതെന്തിനാണ്? നമ്മൾ കൂടുതൽ ഫെമിലിയർ ആവാനാണ്. അപ്പോൾ എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് ലൈക്ക് ദ ഫസ്റ്റ് തിങ് ദറ്റ് യു ഹാവ് ടു ലുക്ക് ഫോർ. ആദ്യം നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ചോദിക്കുന്നത്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അത് എങ്ങനത്തെ കൈൻഡ് ഓഫ് ആൻസറിങ് ആണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ CUETൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻസ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻസിന് എങ്ങനെ കറക്റ്റ് ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യുക, എങ്ങനത്തെ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെ ടൈം ലിമിറ്റിനുള്ളത് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ആദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനത്തെ പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജിലായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര ടൈം ലിമിറ്റിനുള്ളിൽ നമ്മളത് ചെയ്ത് തീർക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ വെക്കുന്നത്. അതിൽ നമ്മൾ ഏതൊക്കെ പോർഷൻസ് നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതെങ്ങനെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചതിന് ചേർന്ന് പ്രിപ്പയർ ആവും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് പോവാം. So today we are going to discuss the CUET UG question paper of history domain. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് CUET UG ഹിസ്റ്ററി സിലബസ് നോക്കാം. എന്തൊക്കെയാണ് സിലബസിൽ കവർ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് സിലബസിൽ അവർ പറഞ്ഞിട്ടുള്ളത്, ആ സിലബസിൽ നിന്ന് തന്നെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതെന്നൊക്കെ നമുക്ക് ലേറ്റർ ഓൺ സ്റ്റേജിൽ നോക്കാം. ഫസ്റ്റ് നമുക്ക് സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. First thing, there will be one question paper which will have 50 questions, out of which 40 questions need to be attempted. 50 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 40 ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഹിസ്റ്ററി ഡൊമൈനിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സെക്കൻഡ് തിങ്, MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വിച്ച് വിൽ ബി NCERT ബേസ്ഡ്. NCERT ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ 12th ഹിസ്റ്ററി NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. ആ 12th ഹിസ്റ്ററി NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ്. അത് 3 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3. Part 1 is basically ancient history, Part 2 is medieval history and Part 3 is modern history. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. Part 1 4 ചാപ്റ്റേഴ്സ് ആണ്, Part 2 5 ചാപ്റ്റേഴ്സ് ആണ്, Part 3 6 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 12th ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇത്. ആ ഒരു ഹോൾ സെയിം തിങ് ആണ് നമ്മൾ CUETൻ്റെ സിലബസിലും അവർ നമ്മുടെ ഇന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. CUETൻ്റെ സിലബസ്, ഹിസ്റ്ററി ഡൊമൈൻ്റെ സിലബസ് NTAയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ സിലബസ് ഇസ് ഓൾസോ വൺ അതർ ഇമ്പോർട്ടൻറ്റ് തിങ് വെൻ വി പ്രിപ്പയർ ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം. നമ്മൾ എന്തായാലും ആ സിലബസ് എന്താണെന്നുള്ളത് ഫസ്റ്റ് നോക്കാം, പിന്നെയാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, സിലബസിലോട്ട് നന്നായിട്ട് പോകാം. കാരണം അതിൻ്റെ അവർ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം സിലബസ് എന്തായാലും ഡൗൺലോഡ് ചെയ്യുക, അതിൽ റെഫർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക്സ് കയ്യിലുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സോഫ്റ്റ് കോപ്പി നമ്മുടെ NCERTയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അത് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായത് ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത്ര ഇങ്ങനെ പാടുള്ള ഒരു ക്വസ്റ്റ്യൻസ് അല്ല, ബട്ട് ടു ദ പോയിന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആൻസേഴ്സും അങ്ങനെ തന്നെയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്, ടു ദ പോയിന്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് അല്ല, MCQ ആണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ, റീഡിങ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലപോലെ ആ ടെക്സ്റ്റ് വായിക്കേണ്ടിയിരിക്കുന്നത്. ഇനിഷ്യൽ ഒരു റീഡാവും, ഒരു 1, 2 or thrice ഒരു 3 തവണ ആ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്താൽ നല്ല നമുക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം ടെക്സ്റ്റ് ബുക്കിലെ സെയിം സെൻറ്റൻസസ് ചോദിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കത് നമുക്ക് വായിച്ചവരാകുമ്പോൾ നമുക്കത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരും, ഓക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ സെയിം വേർഡിങ് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ റീഡ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ആദ്യത്തെ റീഡിങ്ങിൽ ബേസിക്കലി ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുക, ഒന്ന് ഗോ ചെയ്യുക, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. സെക്കൻഡ് റീഡിങ്ങിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, തേർഡ് റീഡിങ്ങിൽ നമ്മൾ റിവൈസ് ചെയ്യുക. ഇതാണ് ബേസിക്കലി നമ്മളൊരു റീഡ് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റൈൽ. അത് എത്ര തവണ വേണോ ചെയ്യാം, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. വെറുതെ വായിച്ചു പോകുന്ന ആവരുത്, വായിക്കുന്നത് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി വായിക്കുക എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം.
അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, സിലബസ് ഡൗൺലോഡ് ചെയ്യുക, പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല വൃത്തിക്ക് പ്രാക്ടീസ് ചെയ്യുക, നല്ല വൃത്തിക്ക് മനസ്സിലാക്കുക, അത് എങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓവറോൾ ഒരു സ്ട്രക്ചർ. ഇനി നമുക്ക് ദ റിയൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് പോവാം. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ് us see, ഇറ്റ് ഇസ് എ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് പൊതുവേ നമ്മളെല്ലാവർക്കും എനിക്കൊന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വരലുണ്ടല്ലോ, ഒരു 2 ഡിഫറെൻറ്റ് ഇത് തന്നിട്ടുണ്ടാവും, അത് തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടാവും, അത് നമുക്ക് കറക്റ്റായിട്ടുള്ളത് നമ്മൾ മാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അത് തന്നിട്ടുള്ളത് ഒരു ലിസ്റ്റ് എയിൽ, ലിസ്റ്റ് 1 നെയിം ഓഫ് ആർക്കിയോളജിസ്റ്റും ലിസ്റ്റ് 2 നോൺ ഫോറുമാണ്. ആ ആർക്കിയോളജിസ്റ്റ് എന്തിനാണ് അറിയപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മാച്ച് ചെയ്തത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് പെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 4 ആർക്കിയോളജിസ്റ്റ് തന്നിട്ടുണ്ട്. അലക്സാണ്ടർ കണിംഗ്ഹാം, എസ്എൻ റോയ്, ജോൺ മാർഷൽ, ആർ.എം. വീലർ. ഇപ്പോൾ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവരാണ്, ഇപ്പോൾ ഹ്യൂമാനിറ്റി സ്ട്രീം എന്നുള്ളവരാണെങ്കിൽ ഈ പേരൊക്കെ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും, ഓക്കെ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇതായിരിക്കും കണക്ഷൻ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ അലക്സാണ്ടർ കണിംഗ്ഹാം, വാട്ട് വാസ് ഹി നോൺ ഫോർ, അല്ലെങ്കിൽ ജോൺ മാർഷൽ, എന്തിനായിരുന്നു ജോൺ മാർഷൽ, വാട്ട് വാസ് ഹി ഫേമസ് ഫോർ ആസ് എൻ ആർക്കിയോളജിസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഫാക്ച്വലി നമ്മൾ തിങ്ക് ചെയ്യുക, ദറ്റ് ഓൾവേസ് കംസ് വിത്ത് റീഡിങ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോൺ ഫോറിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി, സെക്കൻഡ് വൺ ഇസ് ഇഗ്നോർഡ് ദ സ്ട്രാറ്റിഗ്രഫി, തേർഡ് വൺ ഇസ് ആൻ എക്സ് ആർമി ബ്രിഗേഡിയർ, ഫോർത്ത് വൺ ഇസ് ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായില്ല, ഇങ്ങനെയൊക്കെ കൈൻഡ് ഓഫ് മാച്ച് ദ ഫോളോയിങ് വരാം. നമ്മുടെ യൂഷ്വലി സ്കൂളിൽ വരുന്ന കൈൻഡ് തന്നെയാണ്, പക്ഷേ നമ്മൾ അത് വായനയിലൂടെയും നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലൂടെയും നമുക്കിത് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കി, ഇത് എന്തൊക്കെയായിരിക്കും. അലക്സാണ്ടർ കണിംഗ്ഹാം എന്തിനായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആസ് എൻ ആർക്കിയോളജിസ്റ്റ്, അല്ലെങ്കിൽ എസ്എൻ റോയ് എന്തിനായിരുന്നു അറിയപ്പെട്ടിരുന്നത്, ഒന്ന് ഇതുവരെ പഠിച്ചതിൽ നിന്നുള്ള ഒരു മെമ്മറി വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആൻസർ. ജസ്റ്റ് തിങ്ക് ഫോർ എ മൊമെൻറ്റ് ബിഫോർ ഐ ഗോ ഇൻ ടു ദ ആൻസർ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇത് ആൻസറിന് മുമ്പുള്ള ഓപ്ഷൻസ് ആണ്. ഇങ്ങനെയാണ് വരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾക്ക് ഇതേപോലെ ഒരു ടേബിൾ തരുമായിരിക്കും, ആൻഡ് ലൈക്ക് ജസ്റ്റ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇങ്ങനെ ഒരു ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. അതിൻ്റെ അകത്ത് A4, B1, C ഓരോരോ പെയർ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പെയറിൽ ഏതാണ് കറക്റ്റ് പെയർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ബേസിക്കലി നമ്മൾ ചെയ്ത് വന്ന ആ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആൻസർ. ഓക്കെ, ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. എ ഓപ്ഷനാണ് ആൻസർ. എ ഓപ്ഷൻ എന്ന് പറയുന്നത് A4, B1, C2 ആൻഡ് D3 അങ്ങനത്തെ ഒരു എന്താ പറയുക മാച്ചിങ് ആണ്. A4, B1, C2 ആൻഡ് D3. അത് നമുക്ക് ആ ഫിഗറിൽ ഒന്ന് ചെയ്ത് നോക്കാം. അലക്സാണ്ടർ കണിംഗ്ഹാം ഇസ് ദ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ASIൻ്റെ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ആണ് അലക്സാണ്ടർ കണിംഗ്ഹാം. അതിനാണ് അലക്സാണ്ടർ കണിംഗ്ഹാം എന്ന ആർക്കിയോളജിസ്റ്റ് അറിയപ്പെട്ടിരുന്നത്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത്, എന്തിനായിരുന്നു ആ ആർക്കിയോളജിസ്റ്റ് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ വാട്ട് വാസ് ദാറ്റ് ആർക്കിയോളജിസ്റ്റ് നോൺ ഫോർ. അപ്പോൾ അലക്സാണ്ടർ കണിംഗ്ഹാം, വാട്ട് വാസ് ഹി നോൺ ഫോർ? ഹി വാസ് നോൺ ആസ് ദ ഫസ്റ്റ്, ഹി വാസ് റിമെമ്പേർഡ് ആൻഡ് ഹി ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ദ ASI ഓർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സെക്കൻഡ് തിങ്, എസ്എൻ റോയ് എന്തിനായിരുന്നു അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ എസ്എൻ റോയ് വാട്ട് വാസ് ഹി നോൺ ഫോർ? ലെറ്റ് us see. എസ്എൻ റോയ് is known for his book The Story of Indian Archaeology. എസ്എൻ റോയിൻ്റെ പുസ്തകമാണ് The Story of Indian Archaeology എന്നുള്ളത്. അപ്പോൾ എസ്എൻ റോയ് ആ ഒരു പുസ്തകത്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത് നമുക്ക് നോക്കാം, ജോൺ മാർഷൽ എന്തിനാണ് അറിയപ്പെട്ടിരുന്നത്? നമുക്ക് എഗൈൻ ആ ഒരു ഇതിലോട്ട് പോവാം. CS2. ഓക്കെ, ജോൺ മാർഷൽ അറിയപ്പെട്ടിരുന്നത് ഇഗ്നോർഡ് ദ സ്ട്രാറ്റിഗ്രഫി അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക style of archaeology. മൂപ്പര് ഹി ഇഗ്നോർ ദ സ്ട്രാറ്റിഗ്രഫി. എങ്ങനെയാണ് അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് ഇതിലാണ് മൂപ്പര് എക്സ്കവേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സ്ട്രാറ്റിഗ്രഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇഗ്നോർ ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ലെവൽസ് ഓഫ് ലൈനിലാണ് ജോൺ മാർഷൽ എക്സ്കവേറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മൂപ്പരുടെ ആർക്കിയോളജിക്കൽ സ്റ്റൈൽ അങ്ങനെയായിരുന്നു. സോ ഹി വാസ് നോൺ ഫോർ ദാറ്റ്. Now let us see R.M. Wheeler. He was an ex-army brigadier. അപ്പോൾ R.M. Wheeler എന്ന് പറയുന്നത് ഒരു ആർക്കിയോളജിസ്റ്റും കൂടിയാണ്, ബട്ട് അറ്റ് ദി സെയിം ടൈം ഹി വാസ് എൻ എക്സ്-ആർമി ബ്രിഗേഡിയർ. ആർമിയിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു ബ്രിഗേഡിയർ ആയിരുന്നു R.M. Wheeler. സോ ഈസ് ഓൾസോ നോൺ ഫോർ ദാറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ ലൈക്ക് ആസ് ഐ ഹാഡ് ഷോൺ ഇൻ ദിസ് PPT, Alexander Cunningham is the first Director General of the Archaeological Survey of India. S.N. Roy wrote the book The Story of Indian Archaeology. John Marshall ignored the stratigraphy. R.M. Wheeler was an ex-army brigadier. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ഭയങ്കര ഫാക്ച്വലാണ്. എന്ന് വെച്ചാൽ നമുക്ക് തിയററ്റിക്കലായിട്ട് ഒരുപാട് എഴുതേണ്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അങ്ങനെ ഫാക്ച്വൽ മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കണക്ട് ചെയ്ത് പഠിക്കുക, അതൊരു നെറേറ്റീവ് പോലെ പഠിക്കുക. ഒരു സ്റ്റോറി, ഹിസ്റ്ററി ഈസ് ബേസിക്കലി എ സ്റ്റോറി. അപ്പോൾ അത് സ്റ്റോറി
പോലെ തന്നെ പഠിക്കുക. സ്റ്റോറി പോലെ പഠിച്ചാൽ നമുക്ക് ആ സ്റ്റോറീൻ്റെ ഓരോ സ്റ്റോറി ലൈനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലായിരിക്കുക തന്നെ നമുക്കിത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്കിത് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഹിസ്റ്ററി ഒരിക്കലും ഒരു ബോറിങ് സബ്ജക്റ്റ് അല്ല. ഹിസ്റ്ററി നമ്മൾ നമുക്കൊരു രസമുള്ള രീതിയിൽ പഠിച്ചാൽ ഏറ്റവും രസമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി എനിക്കൊന്ന് മിക്കവരും പെർസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഒരു ബോറിങ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഉറക്കം വരുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ഹിസ്റ്ററി ഭയങ്കര രസത്തിൽ നമ്മൾ ഇച്ചിരി ഇൻട്രസ്റ്റ് ആ ഒരു സബ്ജക്റ്റിന് ഇച്ചിരി ഇൻപുട്ട് കൊടുത്ത് നമ്മൾ ആ ഒരു സ്റ്റൈലിൽ പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്നുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഇസ് കറക്റ്റ്ലി മാച്ച്ഡ്. അപ്പോൾ ഇത് വരുന്നത് കറക്റ്റ് പെയർ മാച്ചിങ് എന്നുള്ളൊരു കൈൻഡ് ഓഫ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിലാണ്, പെയർ മാച്ചിങ്. അപ്പോൾ ഈ നേരത്തെ ക്വസ്റ്റ്യൻ വന്നിരുന്നത് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്, അതായത് തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് എനിക്കൊന്ന് ബ്രിക്സ്, ബീറ്റ്സ് ആൻഡ് ബോൺസ് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അതെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഫസ്റ്റ് വന്നത്. ഈ സെക്കൻഡ് വണ്ണും അതെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഇസ് കറക്റ്റ്ലി മാച്ച്. സോ ദിസ് ഇസ് ബേസിക്കലി എ പെയർ മാച്ചിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ പെയർ മാച്ച്, കറക്റ്റായിട്ടുള്ള പെയർ മാച്ച് ചെയ്യാം, അല്ല കറക്റ്റായിട്ടുള്ള പെയർ മാച്ച് ചെയ്യല്ല, കറക്റ്റായിട്ടുള്ള പെയർ ഐഡൻറ്റിഫൈ ചെയ്യുക, കറക്റ്റ് മാച്ച്ഡ് പെയർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ എന്നുള്ളതാണ് ഈ കാറ്റഗറി. മാച്ച് ദ പെയർ അല്ല, മാച്ച് ദ ഫോളോയിങ് ഇസ് ദ ഏർലിയർ വൺ, ദിസ് വൺ ഇസ് ദ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ എന്നുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ബനവലി രാജസ്ഥാൻ, ലോഥാൽ ഗുജറാത്ത്, കാലിബംഗൻ പഞ്ചാബ്, ഹരപ്പ ബലൂചിസ്ഥാൻ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ബനാവലി ആയാലും ലോത്താൽ ആയാലും കാലിബംഗൻ ആയാലും ഹാരപ്പ ആയാലും ഇതൊക്കെ ഓരോ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആണ്. മറ്റത് അത് ലൊക്കേറ്റഡ് ആയിട്ടുള്ള പ്ലേസസ് ആണ്, രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ബലൂചിസ്ഥാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് പെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 പെയറിൽ ഏതോ ഒരു പെയർ കറക്റ്റാണ്. ആ കറക്റ്റായുള്ള പെയറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് ആലോചിക്കാം ഏതായിരിക്കും കറക്റ്റ് പെയർ. ആലോചിക്കാം നമ്മൾ പഠിച്ച ഇപ്പോൾ ബനാവലി ആയാലും ലോത്താൽ ആയാലും കാലിബംഗൻ ആയാലും ഹരപ്പ ആയാലും ഓരോരോ കാര്യങ്ങൾക്കാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ബനാവലിക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും ഇൻഡസ് വാലി സിവിലൈസേഷനിൽ, ലോത്താലിന് വേറൊരു പ്രത്യേകത ഉണ്ടാവും, കാലിബംഗന് വേറൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പ്രത്യേകതകൾ പഠിക്കുന്നതിനൊപ്പം നമ്മൾ പ്രസൻറ്റ് ഡേയിൽ ഇതൊക്കെ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതൊക്കെ പ്രസൻറ്റ്, ലൊക്കേറ്റഡ് ഇൻ ദ പ്രസൻറ്റ് ഡേ, ദിസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. നമ്മളതൊക്കെ ശ്രദ്ധിച്ച് വേണം വായിക്കാം, ശ്രദ്ധിച്ച് വേണം നമ്മളതൊക്കെ ലേൺ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള പെയർ. കറക്റ്റ് ആയിട്ടുള്ള പേര് ബി, ലോത്താൽ ഗുജറാത്ത്. അപ്പോൾ ലോത്താൽ ഗുജറാത്തിലാണ് സിറ്റുവേറ്റ് ചെയ്തത്. പ്രസൻറ്റ് ഡേ ഗുജറാത്തിലാണ് ലോത്താൽ എന്ന് പറഞ്ഞ ഹാരപ്പൻ സൈറ്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാക്കി ഞാൻ ആൻസർ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ലെറ്റ് സി. ബനാവലി ശരിക്കും ഹരിയാനയിലാണ് ലൊക്കേറ്റ് ചെയ്തത്. നമ്മൾ പക്ഷേ ലൈക്ക് ക്വസ്റ്റനിൽ രാജസ്ഥാനിലാണ് കണ്ടത്. രാജസ്ഥാനല്ല, ബനാവലി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹരിയാന. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളോട് തന്നെ റീഅസേർട്ട് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ പറഞ്ഞ് റീഅസേർട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മൈൻഡിനെ കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ആണ്. ഇതൊക്കെ ഉപയോഗിച്ച് വേണം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയുക. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇറ്റ്സ് ഗോയിങ് ടു ബെനിഫിറ്റ് യു ഇൻ ദ എക്സാംസ്. അത് ഉറപ്പാണ്. കാരണം നമുക്ക് ആ ഒരു കുറച്ച് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഏത് മെമ്മറിയാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പിക്ചറൽ മെമ്മറി ആയിരിക്കും. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വായിക്കുന്ന ആ പേജസ് ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ ഓർമ്മ വരുമായിരിക്കും, നമ്മളല്ലെങ്കിൽ കണ്ട വീഡിയോസ് ഓർമ്മ വരുമായിരിക്കും. സോ അങ്ങനത്തെ ഡിഫറെൻറ്റ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അത് കാണുമ്പോൾ ചിലപ്പോൾ ഓക്കെ എനിക്ക് അങ്ങനെ ഓർമ്മയുണ്ട്, അങ്ങനെ വരുമായിരിക്കും. സോ ട്രൈ ടു മെമ്മറൈസ് ദ തിങ് ദാറ്റ് യു റിസീവ് എന്നുള്ളതാണ്. അപ്പോൾ ബനാവലി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഹരിയാനയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് കാലിബംഗനാണ് രാജസ്ഥാനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബനാവലി അല്ല, ബനാവലി ഹരിയാനയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാലിബംഗൻ രാജസ്ഥാനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാലിബംഗൻ വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് യുണീക്ക് ഫയർ ആൾട്ടാസ് ആൻഡ് വേൾഡ്സ് ഏർലിയസ്റ്റ് അറ്റസ്റ്റഡ് പ്ലോട്ട് ഫീൽഡ്. അപ്പോൾ യുണീക്ക് ഫയർ ആൾട്ടാസ് എന്ന് പറയുന്നത് ഇങ്ങനെ തീ കൂട്ടിയിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഇതാണ്, ഏരിയ ആണ്. അപ്പോൾ കാലിബംഗൻ എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് അത് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ യുണീക്ക് ഫയർ ആൾട്ടാസിനും വേൾഡ്സ് ഏർലിയസ്റ്റ് അറ്റസ്റ്റഡ് പ്ലോട്ട് ഫീൽഡ്. അപ്പോൾ പ്ലോട്ട് ഫീൽഡ് അതായത് മണ്ണ് പ്ലോ ചെയ്ത ഫീൽഡ്, അതും ലോകത്ത് തന്നെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പ്ലോ ചെയ്ത ഫീൽഡാണ് കാലിബംഗൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ബേസിക്കലി കാലിബംഗൻ അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് ഹാരപ്പ നോക്കാം. ഹാരപ്പ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഏറ്റവും സെൻട്രലായിട്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇസ് ഓൾസോ നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഹാരപ്പ ഇസ് എൻ ആർക്കിയോളജിക്കൽ സൈറ്റ്. അത് പക്ഷേ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പഞ്ചാബിലാണ്. നമ്മുടെ പഞ്ചാബിലും പാകിസ്ഥാനിലും ഒക്കെ ആയിട്ടാണ്. ലൈക്ക് പഞ്ചാബ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഇപ്പോൾ
വന്നൊരു ഇതുണ്ടായി, അത് ഇന്ത്യയിലെ പഞ്ചാബാണ്, അല്ല പാകിസ്ഥാനിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന പഞ്ചാബിലാണ് ഹാരപ്പ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് 24 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് സഹിവാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് ഹാരപ്പ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുന്നത് ഇൻ സം പാർട്സ് ഓഫ് ഇന്ത്യ, ഇൻ ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ഇൻ പാകിസ്ഥാനാണ്. അപ്പോൾ അതിൻ്റെ എക്സ്കവേഷൻസ് 2 സ്ഥലത്തു നിന്നും ഫൗണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഹാരപ്പ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്. ഓക്കെ, അവസാനം ഫൈനലി ലോത്തൽ നമുക്കറിയുന്ന പോലെ ഗുജറാത്ത് ഇസ് ദ വെസ്റ്റ് സൈഡിലാണ് ലോത്തൽ, ഗുജറാത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ വൈറ്റൽ ആൻഡ് ത്രൈവിംഗ് സെൻറ്റർ ഇൻ ഏൻഷ്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വന്നത്, കറക്റ്റ് പെയർ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇത് ചെയ്യുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. തെറ്റായിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഓക്കെ ഇത് തെറ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബാക്കി കറക്റ്റിലോട്ട് എത്താൻ കഴിയും എന്നുള്ളതാണ്. സോ ട്രൈ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇൻ അറ്റംപ്റ്റിംഗ് എ ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാച്ച് ദ ഫോളോയിങ് കണ്ടു, സെക്കൻഡ് വൺ കറക്റ്റ് പെയർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കണ്ടു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ പിക്ചറാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, CUT ക്വസ്റ്റ്യൻ പേപ്പറിൽ പിക്ചറൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇച്ചിരി എഫേർട്ട് ഇട്ടാൽ നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഐഡൻറ്റിഫൈ ദ പിക്ചറാണ്. ഇതും ഫസ്റ്റ് ചാപ്റ്ററിലെ പിക്ചറാണ്. ഐഡൻറ്റിഫൈ ദിസ് പിക്ചർ റിലേറ്റഡ് ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: പ്രീസ്റ്റ് കിങ്, പ്രോട്ടോ ശിവ, ഗെയിംസ്മെൻ, മദർ ഗോഡസ്. അപ്പോൾ ആൻസറും ഞാൻ ഈ സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന് കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ആ പിക്ചറിൻ്റെ താഴെ തന്നെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്സിൽ നോക്കിയാലും പിക്ചറിൻ്റെ താഴെ തന്നെ ഡെഫിനിഷൻസ്, അതെന്ത് പിക്ചറാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. മദർ ഗോഡസിൻ്റെ പിക്ചറാണ്. ഇതും എക്സ്കവേറ്റ് ചെയ്ത ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണ്. ഇതിനെ റെഫർ ചെയ്യുന്ന മദർ ഗോഡസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതും മനസ്സിലാക്കുക, ഈ ഒരു ആസ്പെക്റ്റ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ പോകുന്ന സമയത്ത് പിക്ചേഴ്സും ശ്രദ്ധിക്കുക, അതെങ്ങനെയാണ് പിക്ചേഴ്സ് നമ്മൾ ആ പിക്ചർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഓർത്ത് വെക്കുക. കാരണം CUTയിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ പിക്ചർ എന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ഇനിഷ്യൽ ക്യാപിറ്റൽ ഓഫ് മഗധ വാസ് അറ്റ്. അപ്പോൾ മഗധയുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് സെക്കൻഡ് ചാപ്റ്റർ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. The very next chapter of part 1 textbook second chapter എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. The initial capital of Magadha was at എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻസ്: രാജ്ഗിർ, പാട്ലിപുത്ര, തക്ഷശില ആൻഡ് ഉജ്ജയിനി. അപ്പോൾ ഇതൊക്കെ മേജർ സെൻറ്റേഴ്സ് ആണ്, ലൈക്ക് ഏൻഷ്യൻ ടൈംസിലെ മേജർ സെൻറ്റേഴ്സ് ആണ്. രാജ്ഗിർ ആയാലും പാട്ലിപുത്ര ആയാലും തക്ഷശില ആയാലും ഉജ്ജയിനി ആയാലും മേജർ സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ മഗധ എന്ന സിറ്റിയുടെ ക്യാപിറ്റൽ, ഇനീഷ്യൽ തുടക്കത്തിലുള്ള ക്യാപിറ്റൽ ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് നമ്മുടെ ആൻസർ ഇസ് രാജ്ഗിർ. അപ്പോൾ രാജ്ഗിർ ആണ് മഗധയുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ ആയിരുന്ന പ്ലേസ്. അപ്പോൾ ദ കോർ ഓഫ് മഗധ കിങ്ഡം വാസ് ലൊക്കേറ്റഡ് ഇൻ ദ ഏരിയ ഓഫ് മോഡേൺ ഡേ ബിഹാർ, സൗത്ത് ഓഫ് ദ ഗാഞ്ചസ്. അപ്പോൾ മഗധ കിങ്ഡമിൻ്റെ കോർ ആയിട്ടുള്ള പ്ലേസ് ലൊക്കേറ്റ് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ മോഡേൺ ഡേ ബിഹാറിലാണ്. ആൻഡ് അത് ഗാഞ്ചസ് അല്ലെങ്കിൽ ഗംഗാ നദിയുടെ സൗത്തിലായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന മോഡേൺ ഡേ ബിഹാറിലാണ് മഗധ കിങ്ഡമിൻ്റെ കോർ പ്ലേസ് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് ക്യാപിറ്റൽ വാസ് രാജഗൃഹ, മോഡേൺ ഡേ രാജ്ഗിർ. ഇപ്പോൾ നമ്മൾ രാജ്ഗിർ എന്നാണ് റെഫർ ചെയ്യുന്നത്, പക്ഷേ ആ സമയത്ത് രാജഗൃഹ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മഗധ എന്ന സിറ്റീൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ രാജ്ഗിർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ദ മോഡേൺ ഡേ രാജ്ഗിർ, ദ ഏർലിയർ രാജ്ഗൃഹ, ബേസിക്കലി രാജ്ഗിർ. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ ക്യാപിറ്റൽ ഓഫ് മഗധ വാസ് രാജ്ഗിർ. അപ്പോൾ അത് ആലോചിച്ച് നോക്കുക. രാജ്ഗിർ അല്ലെങ്കിൽ മഗധയുടെ കോർ പ്ലേസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പ്രസൻറ്റ് ഡേ ബിഹാറിലാണ്, സൗത്ത് ഓഫ് ദി ഗാഞ്ചസ്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അതൊക്കെ നമ്മൾ ജോഗ്രഫി ഇമാജിൻ ചെയ്യുക, അതിൻ്റെ ഒരു പിക്ചർ ഇമാജിൻ ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നത് ഒരുപാടേറെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ 5th ക്വസ്റ്റ്യൻ: ഹൂ ഡെസിഫേർഡ് ബ്രഹ്മി ആൻഡ് ഖരോസ്തി സ്ക്രിപ്റ്റ്? അപ്പോൾ ആരാണ് ബ്രഹ്മി ആൻഡ് ഖരോസ്തി സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്തത്? ഡെസിഫർ ഇൻ ദ സെൻസ് അത് ഡീകോഡ് ചെയ്തത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ഇത് ഇന്ന സ്ക്രിപ്റ്റാണ്, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസ്കവർ ചെയ്ത് ആരാണെന്നുള്ളതാണ് ഈ ചോദ്യം. അപ്പോൾ ബാക്കി 4 ഓപ്ഷൻസ് 4 ആർക്കിയോളജിസ്റ്റിൻ്റെ പേരാണ്: A.H. വീലർ, ജോൺ മാർഷൽ, ജെയിംസ് പ്രിൻസപ്പ് ആൻഡ് A. കണിംഗ്ഹാം. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഈ 4 ആർക്കിയോളജിസ്റ്റിൽ ആരാണ് ബ്രഹ്മി ആൻഡ് ഖരോസ്തി സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്തതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. And the answer is very direct, and the answer is ജെയിംസ് പ്രിൻസപ്പ്. അപ്പോൾ പ്രിൻസപ്പ് അറിയപ്പെടുന്നത് തന്നെ ബ്രഹ്മി ഖരോസ്തി സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്ത ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പ്രിൻസപ്പ് വാസ് നോൺ, അല്ലെങ്കിൽ ഹി വാസ് നോൺ ഫോർ ആസ് എൻ ആർക്കിയോളജിസ്റ്റ് ഫോർ ഡെസിഫറിങ് ദ ബ്രഹ്മി ആൻഡ് ഖരോസ്തി സ്ക്രിപ്റ്റ്. അപ്പോൾ ലെറ്റ് സീ വാട്ട് വാസ്
personality. James Prinsep was an English scholar, Orientalist, and antiquary. He was the founding editor of the Journal of the Asiatic Society of Bengal and is best remembered for deciphering the Kharosthi and Brahmi scripts of ancient India. അപ്പോൾ ജെയിംസ് പ്രിൻസപ്പ് വാസ് ബേസിക്കലി മൂപ്പർ ഒരു ഇംഗ്ലീഷ് സ്കോളർ ആയിരുന്നു, ഓറിയന്റലിസ്റ്റ് ആയിരുന്നു, ആൻറ്റിക്വറിയാണ്, ഒരു വെസ്റ്റേൺ ആർക്കിയോളജിസ്റ്റ് ആണ്. ഹി വാസ് നോട്ട് എൻ ഇന്ത്യൻ ആൻഡ് ഹി വാസ് ദ ഫൗണ്ടിങ് എഡിറ്റർ ഓഫ് ദ ജേർണൽ ഓഫ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന ജേർണൽ നമ്മളെല്ലാവരും എവിടെയെങ്കിലും ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫൗണ്ടിങ് എഡിറ്റർ ആയിരുന്നു ജെയിംസ് പ്രിൻസപ്പ്. അപ്പോൾ ഇത് നമ്മളിത് ഒരു വ്യക്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ ആളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ഫാക്ട്സ് പഠിക്കുന്നുണ്ട്. ആ പല ഫാക്ട്സ് പല ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ ഹിയർ വി ആർ ലേണിംഗ് വൺ മോർ തിങ്, ദാറ്റ് ഹി വാസ് ഓൾസോ ദ ഫൗണ്ടിങ് എഡിറ്റർ ഓഫ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. അതൊരു ജേർണലായിരുന്നു, അതിൻ്റെ ഫൗണ്ടിങ് എഡിറ്റർ ആയിരുന്നു ജെയിംസ് പ്രിൻസപ്പ്. ആൻഡ് ഹി ഈസ് ഓൾസോ what our question asked, he is best remembered for deciphering the Kharosthi and Brahmi script. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഏൻഷ്യൻ ടൈംസ് വളരെയധികം ഉപയോഗിച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് ഡെസിഫർ ചെയ്തത് ജെയിംസ് പ്രിൻസപ്പ് ആയിരുന്നു. സോ ഹിയർ വിൽ എൻഡ് ദ ഫസ്റ്റ് ഓർ പാർട്ട് 1 സെഷൻ ഓഫ് ദ CUT UG ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഓഫ് ഹിസ്റ്ററി ഡൊമെയിൻ. ഐ ഹോപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് മെല്ലെ മെല്ലെ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഓരോന്നും മെല്ലെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകും. ബിക്കോസ് നമുക്ക് we'll take slow and steady steps which will make us strong in what we are preparing for. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എല്ലാവരും നല്ലപോലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഐ സെഡ് സിലബസ് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ സിലബസ് നല്ലപോലെ ഗോ ത്രൂ ചെയ്യുക, ടെക്സ്റ്റ് ബുക്കുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക, എന്തൊക്കെയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക, ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ആൻഡ് താങ്ക് യു.